എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നും ഒരു പരിപാടി ഉണ്ട്. നമ്മളമ്മേന്റെ ചേച്ചീന്റെ മകളെ കുട്ടി പേരക്കുട്ടിയുടെ അമ്മേന്റെ ചേച്ചീനാ ഒന്നാം പിറന്നാളാണ്. അപ്പൊ പോവാതെക്കാൻ പറ്റൂല, പറ്റാത്ത ഒരു പരിപാടിയാണ്. അപ്പൊ വില്ലച്ചന്റെ മോണ്ട് വണ്ടിയായിട്ട് കാത്തിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മൾ പറയരുതുണ്ട്, ഇന്ന് വീഡിയോ വേണ്ട കരുതിയാണ്. കാരണം ഈ അസുഖം തന്നെ പറയാനുള്ളത്. അതെ, പിന്നെ നമ്മള് പോണില്ലെന്ന് കരുതി ഇരിക്കുന്നു. അവളോടെ കടക്കൊന്ന് കതച്ചിട്ട് നിൽക്കാൻ വയ്യ. അപ്പോൾ ഒരു ഇന്നലെ ടെസ്റ്റ് രണ്ടാൾ ടെസ്റ്റും കിട്ടി. അതിൽ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും പോകുമ്പോൾ ഇന്റേത് പറഞ്ഞാൽ പിന്നെ എന്റെ തടി ഉണ്ടാക്കാൻ അറിയാം. ചീത്ത കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ റബ്ബർ ഇട്ടതൊന്നും നമുക്ക് വ്യായാമല്ല. അപ്പൊ നടക്കാൻ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്, മരുന്നുണ്ട്. ഓൾക്ക് അതേപോലെ മൂത്രത്തിൽ വലിയ പ്രശ്നമുണ്ട്. എന്താ അതിന്റെ പേര് പറഞ്ഞ ബാക്ടീരിയ ബ്ലാക്ക്. അപ്പൊ ഇനി ഒന്നുകൂടി ടെസ്റ്റിന് അയക്കണം. കുറെ ടെസ്റ്റ് ചെയ്ത് എന്താ ചേച്ചീന്റെ കാര്യം ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് പറയാം. വരുന്നുണ്ട് ചേച്ചീന്റെ കാര്യം. നാളെ ഡിസ്ചാർജ് ആവും. അപ്പൊ അനിയൻ വന്നിട്ട് പോവാ കേട്ടോ. ചീത്തട്ട് കൊറേ നേരമായി പോലെ പഞ്ഞെന്താണ് നോക്കണേ? വാ കടന്നോട്ടെ. മെല്ലെ നടന്നായി കഥക്കില്ലേ? നല്ല കഥക്കില്ലേ? ഇപ്പം കണ്ട ഒരു കുഴപ്പമില്ല, പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ്. പോരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൂസേ, അപ്പൊ നമ്മൾ ഭക്ഷണം ബിരിയാണിയെ തോന്നുന്നില്ല. ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഫുള്ള് വെജിറ്റബിളാണ് പറഞ്ഞത്. പിന്നെ കരിച്ചത് പൊരിച്ചത് എണ്ണക്കടികളൊന്നും പറ്റൂല. ചിലക്കറി പല കാര്യം കുറെ പറഞ്ഞില്ലേ. വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിങ്ങോട്ടൊക്കെ മാസ്ക് ഇടുന്നിട്ടേ എന്തായാലും മേടിക്കും. നോക്ക് എന്താ വെച്ചാ നോക്ക്. രസമുണ്ട് കാണാൻ. അപ്പൂസിനെ പറ്റിയേ സെലക്ട് ചെയ്യ്. അതാ പറ്റിയേ. ഒന്നും കിട്ടില്ല. വേറെ എടുത്തോ പറ്റില്ലേ? അനീ സെലക്ട് ചെയ്താ അണക്കോ? ഇത് അണക്ക് ഒറ്റയ്ക്കാവും. അടുത്തെന്നാലേ സെലക്ട് ചെയ്ത് കുഴപ്പമില്ല. അത് മതില്ലേ? നല്ല രസം. ഈ വേറെ നോക്കാം. ഓളെന്താ അടുത്ത്? ആതിരക്ക് ഏതാ പറ്റിയേ? അതാ രണ്ടാളും ഒരേമാതിരി എടുത്ത്. രണ്ടും സെയിം ആയില്ലേ? ഓറഞ്ചിനാണ് കൂടുതൽ താല്പര്യം. ഓറഞ്ച് റോസ് എന്താണ്? എന്താ അപ്പൊ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് സിന്ധേച്ചിന്റെ വീട്ടിൽ വന്നു കേട്ടോ. ഒന്നും കാണിക്കാറില്ല. അപ്പത്തിന് ശ്വാസം ഇപ്പൊ കുറച്ച് നടന്നപ്പോ കുറച്ച് സുഖം തോന്നല്ലേ? ഒന്നാമത് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഉണ്ടാകാ തോന്നണേ. വീട്ടിലിരുന്നിട്ട് അതാണ്. നല്ല വീടാണ്. അതല്ലേ ഒറ്റയ്ക്കല്ലേ അതാ. അപ്പൊ ഇങ്ങനെ നമുക്ക് പേടിയും ടെൻഷനും. പിന്നെ സന്തോഷേട്ടനും അവിടെ അല്ല. അത് മെയിൻ ആയിട്ട് അമ്മല്ലാത്തോണ്ടാണ് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഒറ്റയ്ക്കല്ലേ. ഭയങ്കര മഴ ഇങ്ങനെ ആയാല് എന്താ ചെയ്യാ? നാളെ വരുമല്ലോ.
നാളെ വന്നാൽ നാളെ ഒന്ന് വീട്ടിലൊന്ന് പോയി പോരല്ലേ മറ്റന്നാ രാവിലെ. നാളെ പള്ളിയിൽ വന്നായിരുന്നു. നാളെ വരും നമ്മളെ ചിന്തിച്ചിട്ടോ. ഇവിടെ കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഒക്കെ വീഡിയോ ഒക്കെ മടിയാണ്. കുറെ ആളുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ വീഡിയോ കാണാനാണ് പക്ഷെ കുറവാണ്. എന്റെ വല്യമ്മന്റെ മോളാട്ടോ, അമ്മേന്റെ ചേച്ചിന്റെ ഇങ്ങോട്ട് അപ്പുട്ടേട്ടന്റെ അനിയൻ കല്യാണം കഴിച്ചത് എന്റെ വല്യമ്മന്റെ മോളെയാണ്. അങ്ങനെ ബന്ധമുണ്ട്. അപ്പൊ ഞങ്ങള് നല്ല ബിരിയാണി ഒക്കെ കഴിച്ച് ഇങ്ങോട്ട് പോകുന്നു. ബർത്ത്ഡേക്ക് ബിരിയാണി നാളെ കഴിഞ്ഞിട്ടേ അതിന്റെ പാർട്ടി ആക്കിയതാണ് ഞായറാഴ്ച എല്ലാവർക്കും കൂടാൻ വേണ്ടിട്ട്, എല്ലാവർക്കും സൗകര്യത്തിനനുസരിച്ച്. പിന്നെ അമ്മേനെ കണ്ടപ്പോ അസുഖത്തെ പറ്റ മാറിയോ. അത് ഞങ്ങൾ ആകെ അവിടെ ടെൻഷൻ അടിച്ച് മൂഡ് ഔട്ട് ആയിട്ട് അന്തം വിട്ടിരിക്കണേ, ആളില്ലല്ലോ. ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വർത്താനം ആരും. അപ്പൊ നസ്രാക്കും നസ്രാഖാന്റെ പക സുഖല്ലാണ്ട് ഉമ്മപ്പി അതുമില്ല, ആരുമില്ല. വല്ലാത്തൊരു ടെൻഷൻ ആയിട്ടോ കുഞ്ഞപ്പാക്കും വയ്യാന്ന് വെച്ചേ. അപ്പൊ ചെന്ന് നോക്കുമ്പോ അവിടെ തിരക്കൊന്നുമില്ലാത്ത. ഞങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് ഓരോ ധൈര്യം. ഇപ്പൊ കാക്കാക്ക് വയ്യാതെപ്പോ ഒരു ഇടങ്ങാറാണ്. പിന്നെ നാസ്രാക്കും താത്തിയുണ്ട്. ഓല നമ്മളങ്ങനെ വന്നു നോക്കി പോയി അങ്ങനെ നിക്കും. ഞങ്ങൾ രാവിലെ അങ്ങടെ വീട്ടിലേക്ക് പോയി. അവിടെ ഉണ്ടാവും കുട്ടി എല്ലാരും ഉണ്ടാവും. മരം മുറിക്കൽ തുടങ്ങി അവിടെ. മരം മുറി തുടങ്ങി. അപ്പൊ നമ്മള് ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കാണ്. പിന്നെ സന്ധ്യേച്ചിന്റെ മോള് വന്നിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച പോന് ലീവായപ്പോ കുട്ടിയും മോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചോറിട്ട് ഇങ്ങോട്ട് വരാനിട്ടുണ്ട്. അപ്പോൾ ഓരോ കൂടി നമുക്ക് കാണാം, എന്നിട്ടാണ് പോവാ. ഞങ്ങളാണെങ്കിൽ ബൈക്കിനല്ലല്ലോ പോകുന്നത്, അനിയേട്ടൻ്റെ ഒപ്പല്ലേ പോകുന്നേ. അപ്പൊ ഞങ്ങട്ട് വണ്ടി വിളിക്കേണ്ടി വരും. അപ്പൊ ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ നമ്മളെ തങ്കമ്മായി അപ്പുട്ടേട്ടൻ്റെ അനിയൻ തങ്കമ്മായിൻ്റെ ഇളയ മോനിട്ടോ മണിയാട്ടൻ മതി. അപ്പോൾ മണിയാട്ടന് ഒരു താളിപ്പ് വേണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താവോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ളൊരു സ്പെഷ്യൽ ആ ഒരു ഇതുണ്ടല്ലോ, ആ പുല്ല് വെച്ചാൽ കഞ്ഞിത്തൂവ. നമ്മൾ കഞ്ഞിത്തൂവ പറയും. ചൊറിയണ ഒരു തുവന്നെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ചൊറിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, കൂട്ടാനും വേണ്ട, ഒന്നും വേണ്ട, ഇട്ടെറിഞ്ഞ് പോകും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അത് പൊട്ടിച്ചെടുത്തിട്ട് കറി വെക്കും, താളിക്കും കേട്ടോ. നല്ല രസമാണ്. ആ ചൂടോടെ കൂടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ്. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കുഴഞ്ഞു പോകും. അത് നമുക്ക് പറിക്കാൻ പോവാ. അപ്പോൾ തങ്കമ്മേൻ്റെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞു. നമ്മളിവിടെ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. അപ്പം അതിന് മുന്നേ നല്ല മഴയും വരുന്നുണ്ട്, ഇടിയുണ്ട്. പൂവിനിട്ടിയാ തോന്നണേ. നാളെ പൊങ്കിട്ടേക്കാം. അപ്പൊ നമ്മൾക്ക് താഴത്തേക്ക് പോകാമുണ്ടോ? മണിയേട്ടോ ഷർട്ടിൽ മണിയേട്ടോ എല്ലാം ഇതാട്ടോ നമ്മള് തൂവറിന സാധനം ഇതാട്ടോ കണ്ടോ. നല്ല ചുറുക്കിലാണ് കഞ്ഞിത്തൂവ. എല്ലാവർക്കും നിച്ചുണ്ടാവും. ഇതൊക്കെ എന്നപോലെ പണ്ടത്തെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം. ഇപ്പൊ മണിയേട്ടന് എന്തൊരു ആഗ്രഹം വന്ന എങ്ങനെ അറിഞ്ഞ് ഉണ്ടാക്കാനുള്ള പരിപാടിയാ. ഇതാണ് വേണ്ടേ. അതിനങ്ങനല്ലേ എടുക്കാനൊരു സാധനം വേണ്ടേ. ഇതാട്ടോ നമ്മളെ കാന്താരി കണ്ടോ, ഇങ്ങനത്തെ മുളക് ഇവർക്ക് വേണ്ടല്ലോ, ഞങ്ങൾ പറിച്ചുണ്ടോട്ടോ. ഞങ്ങൾക്ക് ഇതൊക്കെ ആവശ്യം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. ഇവർക്ക് വേണ്ട കാരണം പഴുത്തതുണ്ട്. എന്താ ചേട്ടാ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ചെന്നത് കറി വെക്കണത് വീടെടുക്കാൻ സമയം ഉണ്ടാന്ന് തോന്നല്ല. താളിക്കോ അതിന് നമ്മള് മുരിങ്ങല താളിക്കും പോലെ തന്നെ താളിക്കുക. ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുക, പച്ചമുളക് കീറിയിടുക, കഞ്ഞിവെള്ളം ഒഴിക്കുക. പക്ഷെ നമ്മൾ ചൂടോടെ കഴിക്കണമെന്ന് മാത്രം കേട്ടോ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഇതേമാതിരി ടൗൺ ആണ്, പക്ഷെ ബാക്കിയൊക്കെ ഇതാണ് റബ്ബറാണ്. ഇത് ഫുള്ള് പറിച്ചെടുക്കണം. കുറച്ചും കൂടി പറിക്കട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങള് കഞ്ഞിത്തൂവൊക്കെ നുള്ളി കൊണ്ടുവന്ന് കണ്ടോ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിന് കുറച്ച് കേടല്ലേ, ഇത്രയും വേസ്റ്റായി. കാരണം എന്താ അറിയോ, ഇവിടെ നമ്മളൊക്കെ പുഴുവിൻ്റെ കുത്തുണ്ട്. ഇതിലൊക്കെ പുഴു ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒക്കെ ഒഴിവാക്കി ഇത് നല്ല ഇല മാത്രം ലൈറ്റ് ഇട്ട് ഞാൻ തന്നെ നുള്ളി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് താളിക്കണം. ഇത് താളിക്കാൻ നിൽക്കണില്ല കേട്ടോ ഞങ്ങള്. ഇത് നമ്മൾ ചോറ് ഇത് നമ്മൾ മുരിങ്ങ താളിക്കുമ്പോൾ തന്നെ കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എണ്ണയിൽ മൂപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം തിളച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ ഇല ഇടുക. അധികം വേവ് കയ്യായി. പിന്നെ ഫസ്റ്റ് എന്താ
മഞ്ഞൾ വെള്ളത്തിൽ ഇത് കഴുകണ്ട. അത് പറയാൻ വിട്ടുപോയി. ഇനി ഈ ഇലയിൽ പുഴൊക്കെ ഉണ്ടാക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ കുഞ്ഞ് ഇല പുഴുകുത്ത് കാണില്ലേ, അപ്പൊ ഇതൊക്കെ ഞാൻ നോക്കി വെച്ചതാട്ടോ. അവിടെ ഇവിടെ ഓരോ കുത്തുള്ളൂ, പക്ഷെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അഥവാ പെട്ടാലായിട്ട് നശിച്ചു പോവാന് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചതിന് ശേഷം ഇല എടുത്താൽ നല്ല ഫ്രഷ് ഇലയാണ്, പിന്നെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ അമ്മ ഇത് താളിക്കേണ്ടി വരും. അമ്മേന്റെ പണിയുടെ രാത്രി ചോറിനാകുമ്പോൾ മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ഇനി ചൊരി വിരുന്നേരം കൂടി വരുന്നുണ്ട്, കുട്ടികളും ഇന്നും സന്ധ്യച്ചിന്റെ മോളും വരാറുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്, നല്ല മഴ സമയത്ത് മതി. ഇങ്ങോട്ട് നോക്കി പഴുത്തതുണ്ട്, ഇതുണ്ട് കണ്ടാ. ഇത് വിത്തെടുക്കാം. അത്രയൊക്കെയുള്ളോ, ഒരു 6 മണിയായ പോലെ. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യണം. ഓരോ കുട്ടീനോടെയും കണ്ടിട്ട് നമുക്ക് പോവാൻ വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ അമ്മ എന്താടെ വരി. അപ്പൊ ഞങ്ങൾ ചായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കട്ടൻ ചായ. കടിയൊന്നും എന്താ ബിരിയാണിയൊക്കെ തിന്നല്ലേ കടി. നല്ല മഴ. അപ്പൂസ് എന്താ പറയണേ? ഇന്ന് വീഡിയോയില് വർത്തമാനം പറയാറുള്ളത് എന്താ പറയണില്ല? നല്ല മഴയാണ്, അങ്ങനെ പറയാൻ വന്നു, പിന്നെ അവിടെ സ്റ്റോപ്പായി. നല്ല മഴ വരുന്നുണ്ടല്ലേ? എന്താ നല്ല മഴ പെയ്യുന്ന നാളെ സ്കൂൾ ഉണ്ടാവില്ല. അതിനെ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാക്കാണ്ടല്ല, പിന്നെ ഓതനെ ഒന്നുകൂടി പറഞ്ഞിട്ട് വിചാരിച്ചിട്ടാ. അപ്പൊ നാളെ ചേച്ചി വരാൻ സന്തോഷത്തിലാണ് എല്ലാരും. നാളെയും കാണാൻ നമുക്ക് ഇവിടുന്ന് തന്നെ കേട്ടോ. നാളെ നമ്മൾ നാളെ രാത്രി വരുന്നുണ്ടാവുള്ളൂ. ഡിസ്ചാർജ് ഒക്കെ ഇവിടെ എത്തിയിട്ട് വേണ്ടേ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ചെയ്യണമെന്ന് കരുതി, പക്ഷെ നമുക്ക് എന്തെങ്കിലും നമ്മളെ കാര്യങ്ങൾ അറിയിക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാം. നല്ല മഴ ഉണ്ടെന്നത് കൂടെ വരുന്നുണ്ട്. മഴ കുറച്ചിങ്ങനെ പെയ്ത് തുടങ്ങി. ഇന്നും പിന്നെ എന്നത്തെയും പോലെ കുറെ ആൾ വിളിച്ചേന്ന് ഒന്നും നമ്മളെ വിശേഷം അറിയാൻ വേണ്ടിട്ട് കുറച്ച് ആൾക്കാരുടെ എടുത്ത് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയില്ല നമുക്ക്. ഇനി വാട്സാപ്പിൽ അമ്മയൊക്കെ വീട്ടിൽ വന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും വരാം. ആയിട്ട് നമുക്ക് എല്ലാരും വിളിക്കാം, റിപ്ലൈ കൊടുക്കാം, ഒക്കെ ചെയ്യാം അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മളെ ചെറിയ വിശേഷം നിർത്തിയാലോ അല്ലേ. നാളെ കാണാം. എല്ലാവർക്കും ബൈ. ബൈ.